ബി.ജെ.പി. പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്നും ചുമതലയിൽ നിന്നും രാജി പ്രഖ്യാപിച്ച് നടൻ ദേവൻ. രാജി അപ്രതീക്ഷിതമായിട്ട് ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും തോന്നാം. തന്നെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമല്ലെന്നും വളരെ ആലോചിച്ച് 6 മാസം മുമ്പെടുത്ത തീരുമാനമാണെന്നും ദേവൻ വ്യക്തമാക്കി. സ്ഥാനമോഹിയായി ചാടിക്കേറി ബി.ജെ.പിയിലേക്ക് വന്നയാളല്ല താൻ. എനിക്ക് പ്രവർത്തിക്കാൻ സംവിധാനമുണ്ടാക്കേണ്ടേ? എനിക്ക് സ്പേസ് വേണം. രാജിക്കാര്യം ചർച്ച ചെയ്യാമെന്നാലോചിച്ച് കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. കൃത്യമായ മറുപടി കിട്ടിയിരുന്നില്ല. വൈസ് പ്രസിഡന്റ് പദവി കിട്ടിയപ്പോൾ എന്താണ് തന്റെ ഉത്തരവാദിത്തമെന്ന് പാർട്ടി നേതൃത്വത്തോട് ചോദിച്ചിരുന്നു. അതിനും മറുപടി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ആലപ്പുഴ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലെ പൊതുവേദിയിൽ വെച്ചായിരുന്നു ദേവൻ ബി.ജെ.പി. വിടുന്നതായി പ്രഖ്യാപിച്ചത്. താൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളും ആശയങ്ങളും പദ്ധതികളും അടങ്ങുന്ന ഒരു രാഷ്ട്രീയമാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ബി.ജെ.പിയിൽ അത് കാണാൻ സാധിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ ലൈൻ വേറെയാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ 4-5 മാസങ്ങൾക്ക് മുൻപ് ചില തീരുമാനങ്ങൾ എടുത്തു. ഈ വേദി തന്റെ തീരുമാനം അറിയിക്കുന്നതിൽ അനുയോജ്യമാണെന്ന് തോന്നി. തുടർന്നാണ് ബി.ജെ.പി. വൈസ് പ്രസിഡന്റ് സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെക്കുന്നത് ദേവൻ പരസ്യമായി പ്രഖ്യാപിച്ചത്. സിനിമയിൽ സജീവമായിരിക്കെ തന്നെ 2004 ദേവൻ കേരള പീപ്പിൾസ് പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരുന്നു. ഈ പാർട്ടിയുടെ കീഴിൽ അദ്ദേഹം 2004-ലും 2006-ലും കേരളത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 17 വർഷത്തോളം സ്വന്തം പാർട്ടിയുമായി മുന്നോട്ടു പോയെങ്കിലും കേരളത്തിൽ ഒരു സിനിമാ താരത്തിന് ഒറ്റയ്ക്ക് പാർട്ടി രൂപീകരിച്ച് വിജയിക്കാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. തുടർന്ന് തന്റെ പാർട്ടിയെ ബി.ജെ.പിയിൽ ലയിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. 2021-ൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയിച്ച വിജയയാത്രയുടെ സമാപന വേദിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ബി.ജെ.പി. പ്രവേശം. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ദേവനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. കേരള പീപ്പിൾസ് പാർട്ടി 2020-ൽ നവകേരള പീപ്പിൾസ് പാർട്ടി എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു. ബി.ജെ.പിയിൽ ചേർന്നതിനു ശേഷം പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന അദ്ദേഹത്തെ 2023 ഡിസംബറിൽ കേരള ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പാർട്ടി നേതൃത്വം നിയമിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും പാർട്ടിയുമായി ചില അസ്വാരസ്യങ്ങൾ ദേവനുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പിക്കുള്ളിലുണ്ടായ ചില ആഭ്യന്തര പ്രശ്നങ്ങളും ഫണ്ട് വിനിയോഗത്തെക്കുറിച്ചുള്ള വിവാദങ്ങളും അദ്ദേഹത്തിന്റെ അതൃപ്തിക്ക് കാരണമായതായി സൂചനകളുണ്ട്. താൻ ഒരു ബി.ജെ.പി. അനുഭാവിയായി മാറിയത് പാർട്ടിയുടെ കേന്ദ്ര നേതാക്കളുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായാണെങ്കിലും കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലി തനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൽക്കാലം മറ്റു മുന്നണികളിലേക്കില്ലെന്നും താൻ 2004-ൽ രൂപീകരിച്ച കേരള പീപ്പിൾസ് പാർട്ടി പുനരുജ്ജീവിപ്പിച്ച് സ്വതന്ത്രമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ദേവൻ വ്യക്തമാക്കി.